താഴത്തെ നിലയിൽ ഒരിടത്തും ഇല്ല. ഇതെവിടെ പോയിന്ന്? എവിടെയെങ്കിലും പുറത്തിറങ്ങി പോയിട്ടുണ്ടാവും നാശം പിടിച്ചവൻ. വാ വാ സുന്ദരി പെണ്ണെ നീയൻ ചാരേ വായോ ചാരേ വായോ സുന്ദരി പെണ്ണെ സുന്ദരി പെണ്ണെ ഇന്ദ്രജ പെണ്ണെ സുന്ദരി പെണ്ണെ വാ വാ സുന്ദരി പെണ്ണെ നീയൻ ചാരേ വായോ സുന്ദരി പെണ്ണെ ഇന്ദ്രജ പെണ്ണെ അതിനകത്തുണ്ടെന്ന് തോന്നുന്നു. വാ വാ സുന്ദരി പെണ്ണെ സുന്ദരി പെണ്ണെ അരെ വായോ സുന്ദരി പെണ്ണെ ഇന്ദ്രജ പെണ്ണെ സുന്ദരി പെണ്ണെ വാ വാ സുന്ദരി പെണ്ണെ നീയൻ ചരേ വായോ വാ വാ സുന്ദരി പെണ്ണെ നീയൻ ചരേ വായോ ഓ ഓ കൊതിപ്പിച്ചു കൊണ്ടുവന്നിട്ട് കടന്നു കളഞ്ഞു അല്ലേ മുത്തേ? വിജയ്, ഇന്ദ്രു, ഞാൻ വിചാരിച്ചു വാതിലടച്ചു പോയപ്പോ നീ എന്നെ പറ്റിച്ചു. സാരി മാറാൻ പോയതാണല്ലേ? സാരി മാറി സുന്ദരിയായി. വാ വാ ഇന്ദ്രജ പെണ്ണെ നീയൻ ചാരേ വായോ നീയൻ ചാരേ വായോ സുന്ദരി പെണ്ണെ. ആന്റി ഇന്ദ്രജെ, നീ എന്തിനാ ആന്റി ഇപ്പൊ വിളിച്ചേ? വിജയ് സൂര്യയുടെ മുറിയുടെ മുൻപിൽ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോ ഇന്ദ്രജയല്ലേ എന്നെ വിളിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? അതായത് ആന്റി, ഞാൻ അവിടെ ഒരു കാവൽ പട്ടിയെ പോലെ ഇങ്ങനെ കിടന്നപ്പോ അതിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനു മുമ്പ് ഒരു സാധനം എടുക്കണം. അതാണ് തൊണ്ടി. പാടാ, ഇതാണ് പ്രധാനപ്പെട്ട തെളിവ്. അതെ, അപ്പോ അതെ, കുറച്ചു മുമ്പ് ഇന്ദ്രജ ഉടുത്തിരുന്നത് ഈ സാരിയാണ്. എന്നിട്ട് വാ വാ എന്നെ പ്രലോഭിപ്പിച്ചു വിളിച്ചു. ഞാനൊരു ദുർബലനല്ലേ? ഞാൻ ഇങ്ങനെ 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 കൂടെ പോന്നു പോയതാ. വിജയ്, കള്ളം പറയരുത്. ഇന്നിങ്ങനൊരു സാരി ഞാൻ ഉടുത്തിട്ടേ ഇല്ല. അപ്പൊ പിന്നെ ഇതുടുത്ത് ആരാണ് എന്നെ പ്രലോഭിപ്പിച്ച് 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 റൂമിൽ കൊണ്ടാക്കിയത്? അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അതിനു മുൻപ് നിങ്ങൾക്ക് കള്ള് കിട്ടിയത് എവിടുന്നാ? അത് ആന്റി, അതിന് പിന്നിലൊരു കഥയുണ്ട്. എന്ത് കഥ ആന്റി? അതായത് ഞാനിങ്ങനെ അളിയനെ കണ്ണ് ചിമ്മാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ എനിക്ക് ഉള്ളിലൊരു പേടി. എന്റെ കണ്ണെങ്ങാനും അടഞ്ഞു പോയാലോ? കണ്ണടയാൻ പാടില്ല എന്ന് അതിന്റെ ഒരു നിർദ്ദേശപ്രകാരം ഇന്ദ്രജയനോട് പറഞ്ഞിട്ടുണ്ട്. ഈ സാരി അടങ്ങി കിടക്കുന്നില്ലല്ലോ. അതിന് എന്താ മാർഗമെന്ന് ഞാൻ ആലോചിച്ചപ്പോ
ഒരു ഉസിരിന് വേണ്ടി ഞാൻ അളിയന്റെ മുറി കയറി അവിടെ മൊത്തം ഞാൻ കുപ്പി തപ്പി